വേങ്ങര പഞ്ചായത്തിലെ കൂരിയുടെ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഇതാ കടിയേറ്റുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതായാലും പിന്നെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളെയും രംഗത്തിറങ്ങിയിട്ട് അതിന് വേണ്ട നടപടികൾ, ഉചിതമായ നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. മദ്രസിൽ നിന്ന് കുട്ടികളെ ഒരു 7:30 ടൈമിൽ ഞാനിങ്ങനെ ആക്കി കൊടുത്ത് വരുന്ന ടൈമിൽ അതിൻ്റെ നേരെ വരുമ്പോൾ ഇതേപോലെ ചാടി ചെയ്തു ഇവിടെ അടിച്ചു. പിന്നെ കാലിൻ്റെ അവിടെ അടിച്ചു. നമ്മളെ കൂരിയാട് ഭാഗത്ത് മാതാട്, അതുപോലെ തന്നെ മണ്ണിൽപ്പിലാക്കൽ, കൂരിയാട് അങ്ങാടിയിൽ പല ഭാഗത്തും മദ്രസിലേക്ക് പോകുന്ന കുട്ടികളെയും പല ആളുകൾ ഏകദേശം 10-14 ആളുകൾക്ക് കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഉച്ചക്ക് ഊണയിറ്റ് കണ്ട് ചോറുന്ന് കണ്ട് ഇരിക്കുന്ന സമയത്താണ് നായി ബാക്കിലൊന്ന് കയറിയത്. നായിനെ കണ്ടില്ല. അതിൽ ബാക്കിലൊന്ന് കയറിയപ്പോൾ എൻ്റെ പുറത്ത് പിടിച്ച നായി. പുറത്ത് പിടിച്ചപാട് ഞാൻ നായിനിങ്ങനെ കുറച്ച് കൈയോടങ്ങ് തട്ടിയപാട് ഇവിടെ ചെറിയൊരു മുറിയായി. ഒരു കടിയേറ്റ് കണ്ട് മുറി പുറത്ത് കുറച്ച് മുറിയുണ്ട്. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വേങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണം തുടരുന്നു. ഇതുവരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 26 പേർക്ക് കടിയേറ്റു. വേങ്ങര കൂരിയാട്, മണ്ണിൽപ്പിലാക്കൽ, മാതാട്, ബാലിക്കാട്, ജവാൻ കോളനി പ്രദേശങ്ങളിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഇതുവരെ 26 പേരാണ് ചികിത്സ തേടിയത്. ഇന്ന് രാവിലെ മുതലാണ് നായയുടെ പരാക്രമം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷവും നായയുടെ ആക്രമണം തുടരുകയാണ്. ഇതുവരെയും നായയെ പിടികൂടുവാൻ സാധിച്ചിട്ടില്ല. പ്രദേശവാസികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. രാവിലെ മദ്രസയിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികളെ കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. വെളുത്ത നിറത്തിലുള്ള നായയാണ് ഓടി നടന്ന് മുന്നിൽ കണ്ടവരെയെല്ലാം കടിക്കുന്നത്. കുന്നുമലിൽ 3 പേർക്കാണ് കടിയേറ്റത്. രാവിലെ പത്രവിതരണം ചെയ്യുന്നയാളെ ബൈക്കിലേക്ക് ചാടിയാണ് കടിച്ചത്. വീട്ടിൽ മുറ്റമടിക്കുകയായിരുന്ന സ്ത്രീയെയും അടുക്കളയിൽ പാചകത്തിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീയെയും നായ കടിച്ചു. ജവാൻ കോളനിയിൽ ഉച്ചയ്ക്ക് 3 മണിക്കാണ് നായയുടെ പരാക്രമം ഉണ്ടായത്. പാടത്തുണ്ടായിരുന്ന കർഷകനെയും മറ്റൊരാളെയും നായ കടിച്ചു. നായ പാക്കടപ്പുറായ ഭാഗത്തേക്ക് ഓടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇല്ലിക്കച്ചിറ ജവാൻ കോളനി സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ ഉച്ചക്ക് ഊണയിറ്റ് കണ്ട് ചോറുന്ന് കണ്ട് ഇരിക്കുന്ന സമയത്താണ് നായി ബാക്കിലൊന്ന് കയറിയത്. നായിനെ കണ്ടില്ല. അതിൽ ബാക്കിലൊന്ന് കയറിയപ്പോൾ എൻ്റെ പുറത്ത് പിടിച്ച നായി. പുറത്ത് പിടിച്ചപാട് ഞാൻ നായിനിങ്ങനെ കുറച്ച് കൈയോടങ്ങ് തട്ടിയപാട് ഇവിടെ ചെറിയൊരു മുറിയായി. ഒരു കടിയേറ്റ് കണ്ട് മുറി പുറത്ത് കുറച്ച് മുറിയുണ്ട്. പെട്ടെന്ന് വന്നതാണ്. പെട്ടെന്ന് ഓടി വന്നതാണ്. ആരും കണ്ടില്ല. ആ ബാക്കിൽ നിന്ന് ഒരു പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു നായുണ്ടെങ്കിൽ പുറകെ വരുന്നു, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ് ഒരു 2 മിനിറ്റ് ആയപ്പോൾ എൻ്റെ പുറത്തുനിന്ന് വേണം നായി കയറി. കൊള്ളുന്നു കുട്ടികളെ ചോറ് കൊടുന്നു കണ്ട് ഞാൻ ചോറ് ഏറ്റിക്കാണ്ട് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ചോറ് ഏറ്റിക്കൊണ്ട് ഓരോണ്ട് പോവുകയും ചെയ്തു. കുട്ടികളെ മേപ്പെട്ട് കയറി പോയി. ഞാൻ അവിടെ ഇരുന്നും ചെയ്തു. അപ്പോൾ ഞാൻ എന്തോ വിചാരിച്ചു, എൻ്റെ ബാക്കിൽ ആരോ വന്നുകൊണ്ട് ആരോ കുളിച്ച മാതിരി എനിക്ക് തോന്നിയത്. അപ്പോൾ ബാക്കിൽ നിന്ന് നായിൻ്റെ തോളിൽ നിന്ന് കണ്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ നോക്കുകയാണ്. അതിൽ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഇടിച്ചു. നായിനടിച്ച കാലം നായയുടെ പുറത്തേക്ക് വീണു. ആ വീഴുന്ന വീഴ്ചയിലാണ് ഇവിടെ ഒരു ചെറിയൊരു പല്ല് തട്ടിയത്. ആ സംഭവം അവിടുന്ന് അവിടെ മുന്നോട്ട് ഓടിപ്പോയി. ആ ചിറക്കിൽ പിന്നെ വേറെ ആരെ കടിച്ചു കാരണം ഇതൊക്കെ ഇവിടെ പുറകെ ആളുണ്ട്. മൂപ്പരെ കടിച്ചു. പിന്നെ 3 മണി സമയത്ത് 2:45-3 മണി സമയത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടിച്ച സമയത്ത് ആരുമില്ല. ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ടൈമായിരുന്നു. ഞാൻ പിന്നെ പാലിൽ ഇറങ്ങുമ്പോൾ ഈ കാമിൽ സൂടുന്ന ടൈമുണ്ട്. അപ്പോൾ ആ സൂ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ നായി ബാക്കിലൊന്ന് കയറിയത്. ഞാൻ കണ്ടില്ല, കാണാൻ കഴിയില്ല. അങ്ങനെ ഇവിടെ കുറച്ച് മുറിയിട്ടുണ്ട്. പുറത്ത് നുകം തട്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ കൂരിയാട് ഭാഗത്ത് മാതാട്, അതുപോലെ തന്നെ മണ്ണിൽപ്പിലാക്കൽ, കൂരിയാട് അങ്ങാടിയിൽ പല ഭാഗത്തും മദ്രസിലേക്ക് പോകുന്ന കുട്ടികളെയും പല ആളുകൾ ഏകദേശം 10-14 ആളുകൾക്ക് കടിയേറ്റിട്ടുണ്ട്. ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വേങ്ങര പഞ്ചായത്തിലെ കൂരിയാട് ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്.
ഇപ്പോഴും ഇതാ കടിയേറ്റുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ എല്ലാ ആളുകളെയും രംഗത്തിറങ്ങിയിട്ട് അതിന് വേണ്ട നടപടികൾ, ഉചിതമായ നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. മദ്രസിൽ നിന്ന് കുട്ടികളൊരു 7:30 ടൈമിൽ ഞാനിങ്ങനെ ആക്കി കൊടുത്ത് വരുന്ന ടൈമിൽ അതിൻ്റെ നേരെ വരുമ്പോൾ ഇതേപോലെ ചാടി ചെയ്തു. ഇവിടെ അടിച്ചു, പിന്നെ കാലിൻ്റെ അവിടെ അടിച്ചു. വിദ്യാർത്ഥികൾക്ക് കടിയേറ്റതോടെ രക്ഷിതാക്കൾ വാഹനത്തിലാണ് വിദ്യാർത്ഥികളെ സ്കൂൾ മദ്രസകളിലേക്ക് എത്തിച്ചത്. പരിക്കേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും കൂടുതൽ പരിക്കുള്ളവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. നായ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നതിനാൽ പിടികൂടാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 26 പേരാണ് ചികിത്സ തേടിയിട്ടുള്ളത്. കൺമുന്നിൽ കാണുന്നവരെയെല്ലാം കടിച്ച് പ്രദേശത്ത് ഭീതി പരത്തിയിരിക്കുകയാണ് തെരുവുനായ. ഉടനടി നായയെ പിടികൂടി ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വേങ്ങര.